നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കുമുറുകുന്നു. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചെന്ന് രേഖകൾ. വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ഉത്തരവ് നിലനിൽക്കെ ആടിയ ക്രമക്കേടിൽ ശബരിമലയിൽ വിജിലൻസ് പരിശോധന. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് തുടരുന്നു. മുന്നണി മാറ്റം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മുന്നണി മാറ്റം പാർട്ടി തുറക്കാത്ത അധ്യായമെന്നും ജോസ് കെ മാണി. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്നും എല്ലാം മാധ്യമങ്ങളുടെ പ്രചാരണമെന്നും റോഷി അഗസ്റ്റിൻ. ആശയക്കുഴപ്പവും ഇവിടെ ഇല്ല. എന്താ ആശയക്കുഴപ്പം? അല്ല, ഇപ്പോഴും യു ഡി എഫ് നേതാക്കൾ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നു. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെ മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി. ഫെനി തന്റെ സ്വകാര്യ ചാറ്റുകൾ അപൂർണമായി പുറത്തുവിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നുവെന്ന് യുവതിയുടെ ആരോപണം. സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് താക്കീത് നൽകുമെന്ന് വി ഡി സതീശൻ. തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവര് അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് വീണ്ടും അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. CPM കേന്ദ്ര കമ്മിറ്റിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് സഖ്യ നീക്കങ്ങളും ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. വയനാട്ടിലെ മുതിർന്ന CPM നേതാവ് എ വി ജയൻ പാർട്ടി വിട്ടു. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുന്നുവെന്ന് എ വി ജയൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം. പോയിന്റ് പട്ടികയിൽ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച്. ഭരതനാട്യവും കുച്ചിപ്പുടിയും പൂരക്കളിയും ഉൾപ്പെടെയുള്ളവ അരങ്ങിൽ. മുൻമന്ത്രിയും RSP നേതാവുമായ ഷിബു ബേബി ജോൺ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന് പരാതി. ഷിബു ബേബി ജോണിനെതിരെ കേസെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ്. താനോ കുടുംബമോ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് ഷിബു ബേബി ജോൺ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയിൽ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചെന്ന് രേഖകൾ. ശബരിമലയിലെ മുഴുവൻ വസ്തുക്കളും ദേവസ്വം സ്വത്തുക്കളായി നിലനിർത്തണമെന്ന് 2012 ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ സുപ്രധാന ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഉത്തരവ് ലംഘിച്ചാണ് UDF ഭരണസമിതിയുടെ കാലത്ത് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. തെളിവുകൾ പുറത്തു വന്നതോടെ തന്ത്രി കൂടുതൽ കുരുക്കിലാകുകയാണ്. അൻഫിൽ ഡിസൂസ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അൻഫിൽ, ഈ വാജിവാഹനം കൈമാറിയതിന് അത് പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയത് ദേവസ്വം സ്വത്തായി കണക്കാക്കണമെന്നുള്ള ഉത്തരവ് ലംഘിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്? അഖില, തീർച്ചയായും 2012 ദേവസ്വം ബോർഡ് അന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവിറക്കിയത്. അന്ന് ഈ കമ്മീഷണറായിരുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന N വാസുവിന്റെ സമയത്താണ്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് എങ്കിലും അന്ന് അദ്ദേഹം കമ്മീഷണറായിരുന്ന കാലത്താണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവിറക്കിയത്. ശബരിമലയിൽ ഏത് വസ്തുക്കൾ അത് കാലഹരണപ്പെട്ടതായാലും മാറ്റി സ്ഥാപിക്കുന്നതായാലും ആ വസ്തുക്കൾ മാറ്റുന്നതും പുതുതായും ഉൾപ്പെടുത്തുന്നതുമായ എല്ലാ വസ്തുക്കളും ക്ഷേത്രത്തിന്റെ സ്വത്തുവകകളാണ്. ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളാണ്. അത് ആർക്കും തന്നെ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് വളരെ വ്യക്തമാക്കിയാണ് ആ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് 2017 ഫെബ്രുവരിയിലാണ് ഈ തന്ത്രിക്ക് വാജിവാഹനം കൈമാറുന്നത്. 2017 പക്ഷേ UDF ഭരണസമിതിയാണ് അവിടെ ഭരിക്കുന്നത്. പ്രയർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നു. അജയ് തറയിൽ അംഗമായിരുന്നു. ഈ രണ്ടുപേരും ചേർന്നത് തന്ത്രിക്ക് കൈമാറുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അന്ന് അജയ് തറയിൽ പറഞ്ഞത് താന്ത്രിക വിധിപ്രകാരം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് വാജിവാഹനം. അങ്ങനെ വിധിയിൽ പറയുന്നുണ്ട് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൈമാറിയെന്നാണ്. പക്ഷെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് 2012 ഏത് വസ്തുക്കളായാലും അത് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളാണ്, അത് ആർക്ക് കൈമാറാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നു.
പറയുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഇത് കൈമാറിയെന്നാണ് ഇപ്പോൾ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 പിണറായി സർക്കാരാണ് അധികാരമേറ്റതെങ്കിലും അന്ന് 2017 ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ഭരണസമിതി. 2017 നവംബറിലാണ് ആ ഭരണസമിതി കാലാവധി തീരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ രേഖകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ UDF ഭരണസമിതിയും കുരുക്കിലാവുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ വാജിവാഹനവും കൈമാറിയതുമായി ബന്ധപ്പെട്ട ഒരു കേസായി ഇപ്പോൾ അന്വേഷണ സംഘം എടുക്കുകയാണെങ്കിൽ ആ കേസ് കൂടി തന്ത്രിയുടെ ചുമലിലാവുകയും ആ കേസിൽ തന്ത്രി പ്രതിസ്ഥാനത്താവുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ തന്ത്രിക്ക് കൂടുതൽ കുരുക്കാവുന്നു. തന്ത്രി ഇനിയും ജയിലിൽ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് കൂടുതൽ തടസ്സമുള്ളതായി മാറുന്നു. കാരണം ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് 2 കേസുകൾ അദ്ദേഹം അറസ്റ്റിലായി കഴിയുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി കസ്റ്റഡി വാങ്ങാനായി അന്വേഷണ സംഘം അപേക്ഷ നൽകാനിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ. ഇതിന് പുറമെ ഇപ്പോൾ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും കൂടി FIR ഇടുകയാണെങ്കിൽ ഉറപ്പായും തന്ത്രി കണ്ഠരര് രാജീവര് കൂടുതൽ കുരുക്കിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഖില. ശരി, ആൻഫ്രീഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് സമർപ്പിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുക. 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക. നിലവിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്ന കേസുകളിൽ കൂടുതൽ കേസ് എടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തന്ത്രിയുടെ ജയിൽ മോചനം നീളാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. നിലവിൽ 14 ദിവസം റിമാൻഡിലാണ് ശങ്കർദാസ്. ആടിയ ശിഷ്ടം നെയ് ക്രമക്കേടിൽ ശബരിമലയിൽ വിജിലൻസ് പരിശോധന നടക്കുകയാണ്. സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും വിവിധ ഇടങ്ങളിലുമാണ് പരിശോധന നടക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം 33 പേർക്കെതിരെ വിജിലൻസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, ഈ ആടിയ ശിഷ്ടം നെയ് സംഭവവുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരനെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം ബോർഡ് കോടതിയെ ഇന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം മറ്റ് വിവരങ്ങൾ? അഖില, സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൗണ്ടറുകളിലൂടെയാണ് ഈ ആടി ശിഷ്ടം നെയ് വിൽപ്പന നടത്തുന്നത്. 100 മില്ലി നെയ്ക്ക് 100 രൂപയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 13,675 പാക്കറ്റ് നെയ്യ് വിൽപ്പന നടത്തിയതിൽ അത് കഴിഞ്ഞ മണ്ഡലകാലത്തെ പൂജ സമയത്ത് നടത്തിയ നെയ്യുടെ വിൽപ്പനയിലാണ് ഈ 13,675 പാക്കറ്റിന്റെ വിൽപ്പനയ്ക്കുള്ള 13 ലക്ഷത്തോളം രൂപ ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് കണ്ടെത്തുകയും സ്പെഷ്യൽ കമ്മീഷണർ കണ്ടെത്തുകയും അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം SP മഹേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സന്നിധാനത്തെ വിവിധ കൗണ്ടറുകളിലെത്തി പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 33 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശാന്തിമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 33 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ കണക്കുകളടക്കം പരിശോധിക്കുകയാണ്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 36 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഉണ്ട് എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഈ പരിശോധനയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ മാത്രമേ കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ തുക വെട്ടിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ളൂ. നിലവിൽ ദേവസ്വം ബോർഡ് ഒരാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 33 പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഒരു വിശദമായ അന്വേഷണം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും തുടരുന്നു. കണക്കുകളടക്കം പരിശോധിക്കുന്നു. ഈ കണക്കുകൾ പിന്നീട് ഹൈക്കോടതിയിലേക്ക് നൽകി കൂടുതൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ നൽകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N വിജയകുമാറിനെ 1 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ ആവശ്യം അംഗീകരിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ വിട്ടത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിന്റെ മൊഴി നിർണായകമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് തുടരുന്നു. കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം. മുന്നണി മാറ്റം സംബന്ധിച്ച വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. ജോസ് കെ മാണി മുന്നണി മാറ്റ ചർച്ചകളെ തള്ളിയെങ്കിലും ഒരു വിഭാഗം അണികൾക്കിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. അതേസമയം മുന്നണി മാറ്റം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടി തുറക്കാത്ത അധ്യായമാണ്. ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അവർ അത് വായിച്ച ശേഷം അടച്ചുകൊള്ളുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അജണ്ട സാധാരണ തീരുമാനിക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ മീഡിയ അജണ്ട ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോളൂ.
കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയില്ലെന്നും മുന്നണി മാറ്റം ചർച്ചയായിട്ടില്ല എന്നും നേതാക്കൾ. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം ചെയർമാൻ ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും പാർട്ടിയുടെ വളർച്ചയിൽ അസൂയയുള്ളവരാണ് ഇത്തരം പ്രചാരണം നടത്തുന്നതെന്നും മന്ത്രി റോഷി അഗസ്ത്യൻ പ്രതികരിച്ചു. മുന്നണി മാറ്റം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ല എന്നായിരുന്നു എൻ ജയരാജന്റെ പ്രതികരണം. സഭയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന് ജോബ് മൈക്കിളും പറഞ്ഞു. നിങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല, ഒരാശയക്കുഴപ്പവും ഇവിടെ ഇല്ല. എന്താ ആശയക്കുഴപ്പം? അല്ല, ഇപ്പോഴും യു.ഡി.എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നല്ല വിശാല മനസ്ഥിതി ഉള്ളതുകൊണ്ടല്ലേ. നല്ല മനസ്സുള്ളവരെ അങ്ങനെ ചെയ്യാൻ അത് കൊണ്ടുപോകുള്ളൂ. പുറത്താക്കിയവരാണ് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പുറത്താക്കിയവര് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. എത്രയോ നല്ല മനംമാറ്റം, അതൊക്കെ നമ്മൾ കാണേണ്ടത്. ചെയർമാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അത് തന്നെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അതാണ്. അതാണ് ഞങ്ങൾക്ക് സംശയം. ഞങ്ങൾ 2 ദിവസമായിട്ട് കേരള കോൺഗ്രസ് ലൈവായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മഹാഭാഗ്യമായി. ഡിമാൻഡ് കൂടിയോ? എപ്പോഴും ഞങ്ങൾ ലൈവിലായിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ, അല്ലാതെ വേറെ അതൊക്കെ അങ്ങനല്ലല്ലോ. ഇപ്പൊ ഈ നിൽക്കുന്ന മുന്നണിയല്ലേ, ഞാൻ പറഞ്ഞല്ലോ, LDF മുന്നണി തന്നെയാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പിന്നെ അല്ല, യാതൊരു ഇടപെടലും ഇല്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. മൂന്നാമത് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുകയാണ്. രാവിലെ കോടതി ആരംഭിച്ചപ്പോൾ തന്നെ കേസ് പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കുന്നത്. രാഹുൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിലാണ്. അതേസമയം രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെ പരാതിക്കാരി രംഗത്തെത്തി. ഫെനി കഴിഞ്ഞ ദിവസം തന്റെ സ്വകാര്യ ചാറ്റുകൾ അപൂർണമായി പുറത്തുവിട്ട് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണെന്നും രാഹുലിനെതിരായ പരാതികൾ തടയാൻ ലക്ഷ്യമിട്ടാണ് ഫെനിയുടെ നീക്കമെന്നും യുവതി ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരസ്യപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് താക്കീത് നൽകുമെന്നും ഇത് വീണ്ടും ആവർത്തിച്ചാൽ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവര് അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് വീണ്ടും അവരെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. ഇപ്പോ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്തൊരു സങ്കടമാണ് CPM നേതാക്കന്മാർക്ക്. എത്ര CPM നേതാക്കന്മാർ BJP-യിലേക്ക് പോയി. അപ്പൊ എന്നൊരു വിഷമമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരളം ഉൾപ്പെടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് യോഗം വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് സഖ്യ നീക്കങ്ങളും ചർച്ചയാകും. കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ എന്ന CPM-നെ നയിക്കണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനും സാധ്യതയുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം ഞായറാഴ്ച സമാപിക്കും. വയനാട്ടിലെ മുതിർന്ന CPM നേതാവ് AV ജയൻ പാർട്ടി വിട്ടു. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുന്നുവെന്നാണ് AV ജയന്റെ പ്രതികരണം. ശശീന്ദ്രൻ റഫീഖ് പക്ഷത്തിനെതിരായ വിമർശനം വേട്ടയാടലിന് വഴിവെച്ചുവെന്നും ജയൻ പറയുന്നുണ്ട്. 35 വർഷം പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. പാർട്ടിയിൽ ഭീഷണിയുടെ സ്വരത്തിൽ തീരുമാനമെടുക്കുകയാണെന്നും തന്നെ വേട്ടയാടാൻ ചിലർ കോൺഗ്രസ് നേതാക്കൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും ജയൻ വിമർശിക്കുകയാണ്. മുൻമന്ത്രിയും RSP നേതാവുമായ ഷിബു ബേബി ജോണിനെതിരെ പോലീസ് കേസെടുത്തു. ഷിബു ബേബി ജോണിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്നാണ് പരാതി. കുമാരപുരം സ്വദേശി അലക്സിന്റെ പരാതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ ഫ്ളാറ്റ് നിർമ്മിക്കാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുമായാണ് ധാരണയുണ്ടാക്കിയതെന്നും താനോ കുടുംബമോ ₹1 പോലും കൈപ്പറ്റിയിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ബൈപ്പാസ് റോഡിന് സമീപത്തെ സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. ഷിബു ബേബി ജോണിനും കുടുംബത്തിനും ഇവിടെ 45 സെന്റ് സ്ഥലമുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മുഖേന ഫ്ളാറ്റ് നിർമ്മിക്കാൻ കരാർ നൽകിയെന്നും ഇതിനായി 15 ലക്ഷം രൂപ വാങ്ങിയെന്നുമാണ് കുമാരപുരം സ്വദേശിയായ അലക്സിന്റെ പരാതി. 2020-ൽ ഷിബു ബേബി ജോണിന്റെ സാന്നിധ്യത്തിലാണ് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടതെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് നിർമ്മാണം നടക്കാത്തതിനാൽ വഞ്ചനാക്കുറ്റം ആരോപിച്ചാണ് അലക്സ് പരാതി നൽകിയത്. ആദ്യം പോലീസിലും കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും സിവിൽ കേസ് എന്ന് പറഞ്ഞ് ഇത് പരിഗണിച്ചിരുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകുകയും കേസെടുക്കുകയുമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
എന്നാൽ പരാതിക്കാരനെ താൻ കണ്ടിട്ടില്ല എന്നാണ് ഷിബു ബേബി ജോൺ വാദിക്കുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയുമായി നേരിട്ടുള്ള ഇടപാടാണെന്നും തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഷിബു ബേബി ജോൺ പറയുന്നു. അലക്സിൽ നിന്ന് താനോ കുടുംബമോ ഒരു പൈസ പോലും കൈപ്പറ്റിയിട്ടില്ലെന്നും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് തനിക്കും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഷിബു ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയാണെന്നും മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി KN ബാലഗോപാലിന് മറുപടിയുമായി ഐഷ പോറ്റി. സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നപ്പോൾ കിട്ടിയില്ല. തന്റെ പല പദ്ധതികളും സ്വന്തം പദ്ധതിയാക്കിയെന്നും പല പൊതുപരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും ഐഷ പോറ്റി ആരോപിച്ചു. തന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പാർട്ടിയിൽ നിന്നപ്പോൾ ബാലഗോപാൽ കാണിച്ചില്ല എന്നും ഐഷ പോറ്റി പറഞ്ഞു. എനിക്ക് അധിക്ഷേപിച്ച് പറയുന്നതിന് ഒരു വിരോധമില്ല. കാരണം ഒരാള് ഇത്രയും നാൾ ഇരുന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. പക്ഷെ അത് താനേ പുറത്തേക്ക് കഴിഞ്ഞ വർഷം തന്നെ പത്രങ്ങളിൽ കൂടെയൊക്കെ ചില കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അത് ഇങ്ങനെ പഴയ ഇരുന്ന പാർട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരുപാട് പ്രവർത്തകരുടെ സഖാക്കളുടെ എല്ലാം ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വിലമതിക്കുന്നു. പ്രായമായവരെ കോൺഗ്രസിലേക്ക് ചേർക്കുന്നു എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രായമായവർ മോശക്കാരാണോ എന്നും എങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ടുവരാമെന്നും അദ്ദേഹം പറഞ്ഞു. മാറാൻ സമയമായി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നും സതീശൻ പരിഹസിച്ചു. എന്നാ പിന്നെ ചെറുപ്പക്കാരെ ആക്കാം. അടുത്ത് പ്രായമായവരെ കൊണ്ടുവന്നതിന്റെ വിഷമമുണ്ടെങ്കിൽ അടുത്തത് വേണേൽ ചെറുപ്പക്കാരെ നോക്കാം. വേണോ? എന്താ പറയുന്നത്? പ്രായമായവർ അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണോ? അത് പുള്ളി പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞായിരിക്കും. കോഴിക്കോട് ബൈപ്പാസിൽ പന്തീരങ്കാവിലെ ടോൾ പിരിവിൽ രണ്ടാം ദിവസവും പ്രതിഷേധവുമായി കോൺഗ്രസ്. ടോൾ പിരിവ് തടയുന്നതിന് DCC ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ, ഒളവണ്ണ പഞ്ചായത്ത് UDF ചെയർമാൻ N മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞു. പ്രദേശവാസികളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിന് കേന്ദ്രത്തിന്റെ അപ്രതീക്ഷിത സമ്മാനം. 3 അമൃത് ഭാരത് ഉൾപ്പെടെ 4 ട്രെയിനുകൾ സംസ്ഥാനത്തിന് അനുവദിച്ചു. 3 അമൃത് ഭാരത് ട്രെയിനുകളും ഒരു ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് കേരളത്തിന് ലഭിക്കുക. അടുത്തയാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റുന്ന ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കും ഇടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. 2 ദിവസം മുമ്പ് രാജ്യത്ത് പുതിയ 9 അമൃത് ഭാരത് ട്രെയിനുകൾ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കേരളത്തിന് ഒന്നും ലഭിച്ചിരുന്നില്ല. ഇത് മലയാളികളെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു. പൊതുവെ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന കേരളത്തിന് അപ്രതീക്ഷിതമായുണ്ടായ ഈ പ്രഖ്യാപനം ഏറെ ആശ്വാസം പകരുന്നതാണ്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. നാഗർകോവിൽ ചർലാപ്പള്ളി, കോയമ്പത്തൂർ, ധൻബാദ് എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് തമിഴ്നാടിന് ലഭിക്കുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച 11 സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി, ഷൊർണൂർ സ്റ്റേഷനുകളാണ് കേരളത്തിൽ നിന്ന് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പാസഞ്ചർ ട്രെയിൻ വൈകിട്ട് 6:10 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് 6:50 തൃശൂരിലെത്തും. തൃശൂരിൽ നിന്ന് രാത്രി 8:10 പുറപ്പെട്ട് 8:45 ഗുരുവായൂരിലെത്തും. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണവും റെയിൽവേ അംഗീകരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ. സെമി ഹൈസ്പീഡ് വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കിൽ വേഗമേറിയ യാത്ര ഇതോടെ സാധ്യമാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന മഹായുതി മുന്നിൽ. 866 വാർഡുകളിൽ BJPയും 216 വാർഡുകളിൽ സഖ്യകക്ഷിയായ ശിവസേനയും മുന്നിട്ട് നിൽക്കുന്നു. ബിഹാർ മുംബൈ കോർപ്പറേഷനും BJP സഖ്യത്തിന് അനുകൂലമാണ്. 102 സീറ്റുകളിലാണ് സഖ്യം മുന്നേറുന്നത്. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനാണ് മുംബൈ. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ഔദ്യോഗിക വസതിയിൽ നിന്ന് വൻതോതിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ചതിനെ ചോദ്യം ചെയ്ത യശ്വന്ത് വർമ്മ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. സമിതിക്ക് അന്വേഷണം തുടരാം. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് ഹർജി തള്ളിയത്. ഓഗസ്റ്റ് 12 3 അംഗ സമിതിയെ രൂപീകരിക്കാൻ ലോക്സഭാ സ്പീക്കർ ഉത്തരവിറക്കിയത്.
കലയരങ്ങ് co-powered by Vismaya Amusement Park, പറശ്ശിനിക്കടവ്, കണ്ണൂർ. In association with സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഫ്രീകോ പെയിൻ സ്പ്രേ ഹെർബൽ പെയിൻ റിലീവർ, a product of വൈദ്യരത്നം. ഔഷധി, a government of Kerala undertaking. തക്കിട്ട തക്കിട്ട ജം തക്കിട്ട നം തക്കിട്ട തും തരകിടതികിടിം തക്കിട്ട തക്കദിം തക്കിട്ട തത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവം 3-ാം ദിവസം തുടരുകയാണ്. വേദികൾ സജീവമാണ്. വിവിധ വേദികളിലായി കുച്ചിപ്പുടി, ഭരതനാട്യം ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ നൃത്ത ഇനങ്ങളും ഒപ്പം മറ്റു ചില വേദികളിൽ ഗോത്രകലകളും ക്ഷേത്രകലകളും ഉൾപ്പെടെ അരങ്ങിൽ എത്തിയിട്ടുണ്ട്. പോയിന്റ് പട്ടികയിൽ കണ്ണൂരാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് കോഴിക്കോടാണ്. തൊട്ടുപുറകെ ആതിഥേയരായ തൃശ്ശൂരുമുണ്ട്. ആതിര വിവരങ്ങൾ നൽകും. ആതിര, സൂചിപ്പിച്ച പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ജില്ലകൾ തമ്മിൽ നടക്കുകയാണ്. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന കപ്പ് തിരിച്ചു കൊടുക്കില്ല എന്ന് തൃശ്ശൂർ പറയുകയാണ്. പക്ഷേ കപ്പുമായേ മടങ്ങുള്ളൂ എന്നാണ് കണ്ണൂരും കോഴിക്കോടും ഒക്കെ പറയുന്നത്. അങ്ങനെ വളരെ ആവേശത്തോടെ മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം? അഖില, ഏതായാലും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ 3-ാം ദിവസമായി ഇന്ന് നടക്കുന്നത്. ഏകദേശം 3-ാമത്തെ ദിവസം പകുതിയോട് അടുക്കുമ്പോൾ കണ്ണൂരാണ് ആദ്യ സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. 514 പോയിന്റോടുകൂടി കണ്ണൂർ മുന്നോട്ട് നിൽക്കുമ്പോൾ ഇതുവരെ കോഴിക്കോടായിരുന്നു 2-ാം സ്ഥാനത്ത്. പക്ഷേ തൃശ്ശൂർ വിട്ടുകൊടുക്കില്ല. കാരണം കഴിഞ്ഞ വർഷം തൃശ്ശൂരായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത് തൃശ്ശൂരായിരുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു അത്രയും ആവേശത്തോടു കൂടി തന്നെ തൊട്ടടുത്ത സ്ഥാനത്തേക്ക്, 2-ാം സ്ഥാനത്തേക്ക് നിലവിൽ ഏതായാലും തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. 506 പോയിന്റോടുകൂടിയാണ് തൃശ്ശൂർ 2-ാം സ്ഥാനത്ത് നിലവിൽ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് 3-ാം സ്ഥാനത്താണ്. 506 പോയിന്റോടുകൂടി തന്നെയാണ് കോഴിക്കോട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ ഈ പോയിന്റ് നിലകളൊന്നും തന്നെ അന്തിമമല്ല. കാരണം ഇനി നാളെയും മറ്റന്നാളും ഈ മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഈ മത്സരങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുമ്പോൾ ഒരു പക്ഷേ ഈ പോയിന്റ് നിലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ തൃശ്ശൂർ 1-ാമതെത്താം, അല്ലെങ്കിൽ കോഴിക്കോട് 1-ാം സ്ഥാനത്തെത്താം. അതുകൊണ്ട് തന്നെ നമുക്ക് ആരായിരിക്കും ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അതിലിപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ്. ഈ വേദികളിലൊക്കെ തന്നെ ഈ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ രാവിലെ മുതൽ തന്നെ ഭരതനാട്യം ഉൾപ്പെടെയുള്ള, വൃന്ദവാദ്യം ഉൾപ്പെടെയുള്ള ക്ലാസിക് ഇനങ്ങൾ മത്സരങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയായിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഒപ്പന ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് ഇനി ഏതായാലും ബാക്കി നിൽക്കുന്നത്. ഈ 3-ാം ദിവസം പകുതിയോട് അടുക്കുമ്പോൾ കണ്ണൂരാണ് അതിൻ്റെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. കോഴിക്കോടിനെ പിന്നിലാക്കി തൃശ്ശൂർ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. തൊട്ട് 3-ാം സ്ഥാനത്ത് കോഴിക്കോടുണ്ട്. ഏതായാലും ഈ 3-ാം ദിവസവും മത്സരങ്ങൾ അത്തരത്തിൽ തന്നെ ആവേശത്തോടുകൂടി പുരോഗമിക്കുകയാണ്. ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ഈ കലോത്സവം ബാക്കി നിൽക്കുന്നത്. അവസാന ദിവസം ആരായിരിക്കും ഈ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആകാംക്ഷയുടെ നിമിഷങ്ങൾ തന്നെയാണ് ഏതായാലും ഈ തൃശ്ശൂർ നഗരിയിലുള്ളത്. നിലവിൽ ഏതായാലും മത്സരങ്ങളൊക്കെ അത്തരത്തിൽ ആവേശകരമായ രീതിയിൽ ആതിരയാണ് കലോത്സവ വേദിയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ജില്ലകൾ തമ്മിൽ ആവേശകരമായ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക്, ഇറാന് നേരെയുള്ള യുദ്ധഭീഷണിയിൽ അയവ് വരുത്തിയ അമേരിക്ക. അതേസമയം സബ് പദ്ധതി ഉപേക്ഷിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഗൾഫ് മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഭരണകൂടത്തെ മറിച്ചിടാൻ പ്രക്ഷോഭകാരികൾക്ക് ശക്തിയില്ലെന്ന വിലയിരുത്തലുമാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. ഇറാനിൽ അധികാരം പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് താൻ കരുതുന്നില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി മുൻനിർത്തി ആക്രമണം മാറ്റിവെക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തറിലെ അൽ ഉദയ്ദ് വ്യോമത്താവളത്തിലേക്ക് US വിമാനങ്ങൾ മടങ്ങി വരികയാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം 5 മണിക്കൂർ അടച്ചിട്ടതിന് ശേഷം രാത്രിയോടെ ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി വീണ്ടും തുറന്നു. രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞുവെന്നും തിങ്കളാഴ്ചയ്ക്ക് ശേഷം നഗരങ്ങളിൽ പ്രതിഷേധ റാലികൾ നടന്നിട്ടില്ലെന്നുമാണ് വിവരം. അതേസമയം ഭീകരബന്ധം ആരോപിച്ചുള്ള അറസ്റ്റുകൾ രാജ്യമെങ്ങും ഇന്നലെയും തുടർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഡെൻമാർക്കിന് കീഴിലെ സ്വയംഭരണ പ്രദേശവും ലോകത്തെ ഏറ്റവും വലിയ ദ്വീപുമായ ഗ്രീൻലൻഡിലേക്ക് കൂടുതൽ സൈനികരെ അയച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. ഗ്രീൻലൻഡ് വേണമെന്ന് US ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം. നാറ്റോ അംഗങ്ങളായ ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, നോർവേ എന്നീ രാജ്യങ്ങളുടെ സൈനികരാണ് ഗ്രീൻലൻഡിലെത്തിയത്. ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പര വിജയം നിശ്ചയിക്കുന്ന 3-ാം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ആയുഷ് ബദേനി അരങ്ങേറ്റം കുറിക്കുമെന്നാണ് സൂചന. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ഹർഷദീപ് സിംഗും ടീമിലെത്തിയേക്കും. ഓപ്പണർമാരായി രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും തുടരുമെന്നതിനാൽ യശസ്വി ജയ്സ്വാൾ 3-ാം മത്സരത്തിലും പുറത്തിരിക്കും. ആദ്യ മത്സരത്തിൽ 7 റൺസിന് സെഞ്ചുറി നഷ്ടമായ വിരാട് കോഹ്ലി 2-ാം മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും ഇൻഡോറിലെ 3-ാം നമ്പറിലെത്തുന്ന കോഹ്ലിയിൽ നിന്ന് സെഞ്ചുറിയിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല.
ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കലോത്സവ വിശേഷങ്ങൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരുകയാണ്.